ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമുക്ക് ഒരു സ്വീറ്റ് കോൺ കൊണ്ട് ഒരു റെസിപ്പി തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. നമുക്കത് ആദ്യം ഒന്ന് നല്ലപോലെ കഴുകി കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇത് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരും. നല്ലപോലെ കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ചൊരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. നല്ലപോലെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കൊരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത്, നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടെ ചേർക്കാം. എല്ലാം ചേർത്ത് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം. കോൺഫ്ലവർ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി നമുക്കൊരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നല്ലപോലെ പുരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് എല്ലാം ഒന്ന് സെറ്റായി വരാൻ നമുക്ക് പുറത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് വെച്ച് പെട്ടെന്നൊന്ന് നമുക്ക് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ, ഏതെണ്ണ ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കോൺ ചേർക്കാം. നല്ലപോലെ ലൈറ്റായിട്ട് പതുക്കെ ഒന്ന് ചൂടാവുന്ന വരെ നമ്മൾ പതുക്കെ ഇളക്കി കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ കോട്ടിങ് പോകാൻ സാധ്യതയുണ്ട്. പതുക്കെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. കുറച്ച് സമയമെടുത്ത് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്കത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. നമുക്ക് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്, കുറച്ച് പുളി, ഉപ്പ്, മധുരം ഇതെല്ലാം ചേർത്ത് ഇത് കഴിക്കാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. നമുക്കൊരു വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചും ഇടാം. ചെറിയ മധുരവും ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് പുളിയും കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. നമ്മളതിന് വേണ്ടിയിട്ട് നാരങ്ങ നീരാണ് ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ തക്കാളിക്ക പേസ്റ്റ് ചെയ്തും വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സോസിൻ്റെ കൂടെ സോസ് ചേർത്തും കഴിക്കാം. നമുക്കിതെല്ലാം ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ അത് ഹാർഡാവും. ചിലവർക്ക് അങ്ങനെ കഴിക്കുന്നതും ഇഷ്ടമാണ്. ഇത് കുറച്ച് സോഫ്റ്റായിട്ടിരിക്കും. നമുക്കൊന്നും കൂടെ സിമ്മിൽ വെച്ച് കുറച്ചും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. ഇത് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ല ചീത്ത കൊളസ്ട്രോളെ നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ ഈ കോൺ നല്ലതാണ്. ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ ധാരാളം ഈ ചോളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും പ്രായമാർക്കൊക്കെ ഒരുപോലെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.